السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ആദർശം നെഞ്ചിലേറ്റിയ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മുഅ്മിനീങ്ങൾ ഈദ്ഗാഹിൽ ഇന്ന് ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നാം നേടിയ ആത്മീയ ചൈതന്യം ശവ്വാലിന്റെ പിറവിയോടുകൂടി പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ നശിപ്പിക്കുവാനുള്ളതല്ല. അല്ലാഹു പറഞ്ഞതുപോലെ, വലാ തകൂനൂ കല്ലത്തി നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് വളരെ കൃത്യമായി മെടഞ്ഞ് ശക്തമായ ബലിഷ്ഠമായ ഒരു കയറുണ്ടാക്കുകയും വൈകുന്നേരമായാൽ അത് തിരിച്ചു മടയുകയും അങ്ങനെ ഉടച്ചു കളയുകയും ചെയ്യുന്ന മണ്ടിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം, തഖ്വയുടെ പ്രസരിപ്പ് മരണം വരെ നിലനിർത്തുവാനുള്ളതാണ്. പടച്ചറബ് നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ കേവല ആചാരങ്ങളോ ചടങ്ങുകളോ അല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ആരാധനകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആയത്താണ്. അതിന്റെ അവസാനത്തിൽ അല്ലാഹു ഉണർത്തി, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് പകലന്തിയോളം നോമ്പെടുത്തത്
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടിയാണ് എന്നാണ്. ആ തഖ്വ കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ട പ്രത്യേകമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പടച്ചവനിലേക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും ഒക്കെ ആ റമദാനിന്റെ കരുത്തോടുകൂടി, നോമ്പിന്റെ ചൈതന്യത്തോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് പ്രതിഫലിക്കും നമ്മുടെ വസ്ത്രങ്ങളിൽ, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഇടപാടുകളിൽ, നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ആ തഖ്വയുണ്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ളതാണോ നമ്മുടെ നിലപാടുകൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പടച്ചറബ് നമുക്ക് നൽകിയ സവിശേഷമായ ഒരു കാലഘട്ടമാണ് യുവത്വത്തിന്റേത്. ആരോഗ്യത്തിന്റെ ചുറുചുറുക്കിന്റെ ആ പ്രത്യേകമായ കാലം. പടച്ചറബ് നൽകിയ ആരോഗ്യം ഏത് മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് നാം നമ്മളോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഇന്ന് ഏത് വൃത്തികേടുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും യുവത്വത്തിന്റെ വലിയൊരു പങ്കാളിത്തം അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സംഗീതത്തിന്റെ മാസ്മരിക ലോകത്ത് ആടിത്തിമർക്കുമ്പോൾ അവിടെ നമ്മളോ നമ്മുടെ മക്കളോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതല്ല, ദീനും ദഅവത്തുമായി ബന്ധപ്പെട്ട് പടച്ചറബ് ഇഷ്ടപ്പെടുന്ന മറ്റ് നന്മകളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെയാണോ നമ്മുടെ ആരോഗ്യവും ഒഴിവു സമയവും റബ്ബ് നൽകിയ നിഅമത്തുകളും ഒക്കെ നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നോർക്കുക, നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ, നമുക്കൊരു സ്ട്രോക്ക് വന്ന് കിടപ്പിലായാൽ, നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം അവസാനിച്ചു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ യുവത്വം പടച്ചറബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് നൽകിയ സമ്പത്ത്, റബ്ബ് നൽകിയ ആരോഗ്യം, റബ്ബ് നൽകിയ മറ്റു നിഅമത്തുകൾ എല്ലാം പടച്ചറബിന് വേണ്ടി സമർപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈദ് സാർത്ഥകമാകുന്നത്, നമ്മുടെ ഇബാദത്തുകൾ അർത്ഥവത്താകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് ചെന്നടയാനുള്ളത്, നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം ഇറക്കി വെക്കാനുള്ളത് നമ്മുടെ ഇലാഹായ പടച്ചറബിന്റെ മുന്നിൽ മാത്രമാണ്. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ സംബന്ധിച്ചാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഭയപ്പാടിലാണ് മിക്ക മാതാപിതാക്കളും. നൊന്തു പെറ്റ ഉമ്മയെ പോലും കഴുത്തറുത്തു കൊല്ലാൻ മടിയില്ലാത്ത രീതിയിൽ നമ്മുടെ മക്കളായി പോകുന്നുണ്ട്. സഹോദരങ്ങളും ഉറ്റവരും ഉടയവരും ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലഹരിയുടെ അടിമകളായി നമ്മുടെ മക്കൾ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വീട്ടുപടിക്കൽ വരെയും എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നാളെ ഒരുപക്ഷെ നമ്മുടെ മക്കളെ കൂടി ആ ലഹരി റാഞ്ചിയെടുത്തു കൊണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ഏതൊരു റബ്ബിന്റെ പ്രീതിയും പ്രതിഫലവും മോഹിച്ചാണോ പകലന്തിയോളം റമദാനിൽ നമ്മൾ നോമ്പെടുത്തത്, വിശപ്പുണ്ടായിട്ടും ഭക്ഷണം നമ്മൾ മാറ്റിവെച്ചത്, ദാഹിച്ച് വലഞ്ഞു വരുമ്പോഴും വെള്ളം കുടിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചത്, ആ പടച്ചറബിന്റെ തീരുമാനവും നിയമവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മാ അസ്കറ കതീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി കൂടുതലായി ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്ന, മസ്തുണ്ടാകുന്ന സംഗതി, അതിന്റെ ചെറിയ അളവിലുള്ള ഉപയോഗം പോലും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മളും നമ്മുടെ മക്കളും ആ ലഹരിയോട് വളരെ അകത്ത് മാത്രം സഞ്ചരിക്കേണ്ട ആളുകളാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്ന സകലമായ സംഗതികളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതിന്റെ ചെറുതും വലുതുമായ അളവ് അതല്ല പ്രശ്നം. ലഹരി ഉണ്ടാക്കുന്നതാണോ ആ ലഹരിയിൽ അഭിരമിച്ചിട്ടുള്ള, അതിൽ അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അത് വലിച്ചു കയറ്റുന്നതായിരുന്നാലും കുത്തിക്കയറ്റുന്നതായെങ്കിലും പുകയിലൂടെയും ചവക്കുന്നതിലൂടെയും ഒക്കെ ലഹരി ആസ്വദിക്കുന്നതിലാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരിയുടെ വക്താക്കളായി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് പടച്ചറബ് ത്വീനത്തുൽ ഖബാൽ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഊർന്നൊഴുകുന്ന ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചോരയും ചെലവും കലർന്ന ആ പാനീയമായിരിക്കും അവർക്ക് കുടിക്കുവാൻ കൊടുക്കുക എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും ആ പാഠം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, പകർന്നു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു, റിജ്സും മിൻ
അമലി ശൈത്വാൻ, പൈശാചിക വൃത്തികളുടെ വൃത്തികേടുകളാണ്, മാലിന്യങ്ങളാണ് അവയെല്ലാം എന്ന്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അത് വെടിയണം, കൈയടിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലഹരിയുമായി നമുക്കാർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പിക്കുവാനും സമൂഹത്തെ ആ തിന്മയിൽ നിന്ന്, അതിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ കുടുംബത്തിന്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയും കരുതലും വേണ്ടതുണ്ട്. നന്മകളുമായി സഹകരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ, അതേപോലെ നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും ദീനിന്റെയും ദഅവത്തിന്റെയും മേഖലകളിൽ അവരെ കൂടി പങ്കാളികളാക്കാൻ, അവർക്കുള്ള മാതൃകകളായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ നന്മക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം ഭയപ്പാടുകളുണ്ടോ, അതെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് നമ്മുടെ കൈകളും അതേപോലെ മനസ്സും നമ്മുടെ എല്ലാം സമർപ്പിക്കേണ്ട പടച്ച റബ്ബിനോട് സങ്കടങ്ങൾ ബോധിപ്പിച്ച് ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആ പ്രാർത്ഥനക്ക് അത്ഭുതങ്ങൾ തീർക്കുവാൻ സാധിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിൻ, 3 തരത്തിലുള്ള 3 ആളുകളുടെ പ്രാർത്ഥന, അതിന് ഉത്തരം കിട്ടും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പരിചയപ്പെടുത്തിയത് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളായ നമ്മുടെ ദുആയാണ്. മക്കളെ ശപിക്കുവാനോ അവരുടെ നാശത്തിന് വേണ്ടിയോ അല്ല, അവരുടെ നന്മക്ക് വേണ്ടി, ലഹരിയുടെ പിടുത്തത്തിൽ രക്ഷപ്പെടാൻ, ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മക്കൾ അപമാനത്തിന്റെ വക്താക്കളാകാതിരിക്കാൻ, അഭിമാനത്തിന്റെ ശിരസുയർത്തിപ്പിടിക്കുന്ന, നമുക്ക് നന്മയും കൺകുളിർമയും നൽകുന്ന മക്കളാക്കി മാറ്റാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്ക് ദുനിയാവിൽ തന്നെ പടച്ച റബ്ബ് ഉത്തരം നൽകിയ സന്തോഷകരമായ അവസ്ഥയുണ്ട്. നേരെ മറിച്ച് മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചാലോ ആ മക്കളുടെ ജീവിതം തകർന്നു പോയതിനും മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തിന്മകളും അതിക്രമങ്ങളും ക്രൂരതകളും യുവാക്കളിലും കൗമാരക്കാരിലും അധികരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അടിപിടി കൂടുകയും അതേപോലെ റാഗിംഗ് എന്ന പേരിലുമൊക്കെ കൊലപാതകങ്ങൾ വരെയും സംജാതമാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില തിരുത്തുകൾ ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. സമൂഹത്തിൽ അത് ചർച്ചയാകണം. കാരണം പ്രായപൂർത്തിയാകാത്തവർ എന്ന ആനുകൂല്യം നൽകി ഏത് ക്രൂരതയും ഏത് വൃത്തികേടുകളും ചെയ്താലും അവരെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ പഴുതായി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഏത് വൃത്തികേടുകൾ ഞാൻ ചെയ്താലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ പാർട്ടി അല്ലെങ്കിൽ എന്റെ സംഘടന എന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള തോന്നൽ അവർക്കുണ്ടാകുമ്പോഴാണ് തിന്മകളിലേക്ക് കുതിച്ചു പായുവാൻ ആ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നത്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, തിന്മകളുടെ കൈകൾ നാം പിടിച്ചു വച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തമായിരിക്കും അത് സമ്മാനിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കണക്കുകൂട്ടുവാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 18 അല്ലെങ്കിൽ 20 വയസ്സ് എത്താത്തവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവർക്ക് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുവാനും പ്ലാൻ ചെയ്യുവാനും അത് കൃത്യമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും കഴിഞ്ഞില്ലേ? സ്വാഭാവികമായും അതിനൊക്കെ അവരുടെ പ്രായവും പക്വതയും പര്യാപ്തമാണ് എന്ന് അവർ തെളിയിച്ചതാണ് എങ്കിൽ പിന്നെ എന്ത് ന്യായമാണ് ശിക്ഷയുടെ മുന്നിൽ വരുമ്പോൾ മാത്രം അവർ പ്രായമെത്താത്ത ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നമ്മൾ ചെറുതായി കാണുന്നു. ഇസ്ലാമിൽ പ്രായപൂർത്തി എന്നത് ഇതിലും എത്രയോ നേരത്തെയാണ്. 15 വയസ്സുള്ള ആള് ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രായപൂർത്തിയായവളാണ്. അതേപോലെ തന്നെ പ്രായപൂർത്തിയുടെ ഭൗതികമായ പ്രകൃതിപരമായ അടയാളങ്ങളുണ്ടെങ്കിൽ അയാളും പ്രായപൂർത്തിയെത്തിയവനാണ്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ശിക്ഷ നൽകുവാൻ നമുക്ക് സാധിക്കണം. കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകും എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പരിധിവരെ ആ തിന്മകൾക്കെതിരിൽ
നിലയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, ഭൗതികമായി നാം ഇന്ന് ഏറെ പുരോഗമിച്ചിട്ടുണ്ട്, സൗകര്യങ്ങൾ നമുക്ക് അധികരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വസ്ഥതയും സമാധാനവും ഇന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സംഗതികളാണ്. ബന്ധങ്ങൾ പലതും ഊഷ്മളമല്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെയുള്ള പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചില ഹായികളും ഫോട്ടോസുകളും ഒക്കെ ഇടുന്നതിനപ്പുറം നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കാൻ, അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്താൻ, ആവശ്യമായ ഘട്ടങ്ങളിൽ അവരെ ഓടിയെത്തി സഹായിക്കാൻ, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. രോഗിയായി കിടക്കുന്ന അനുജനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പരസ്പരം അറിയുന്നില്ല എന്ന സങ്കടകരമായ അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സ്നേഹബന്ധവും അതേപോലെ തന്നെ സഹായത്തിന്റെയും രീതിയല്ല നമുക്കുണ്ടാകേണ്ടത്. പെരുന്നാൾ അതിനുകൂടിയുള്ള അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പിണക്കങ്ങൾ തീർക്കാൻ, ബന്ധങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിണങ്ങിക്കൊണ്ടുള്ള ഇബാദത്തുകൾ, നമ്മൾ പരസ്പരം സഹകരിക്കാത്ത, കണ്ടാൽ മിണ്ടാത്ത, കൈകൊടുക്കാത്ത, പുഞ്ചരിക്കാത്ത മുഖങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, വാപ്പയും ഉമ്മയും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ അങ്ങനെ ഒരു അകറ്റ ബന്ധമാണുള്ളതെങ്കിൽ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സദഖയും നമ്മുടെ ഖുർആൻ പാരായണവും ആ പുണ്യകർമ്മങ്ങളൊന്നും പടച്ചിറപ്പിന് ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈഗോകൾ മാറ്റിവെച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനേക്കാൾ വലിയവൻ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രയോ ചെറുതാണ് എന്നുകൂടി നാം ചേർത്ത് വായിക്കുകയും പടച്ചിറപ്പിന് വേണ്ടി ചെറുതാകാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്താൽ എല്ലാ വിട്ടുപോയ ബന്ധങ്ങളെയും വിളക്കി ചേർക്കാൻ, ഏത് സ്നേഹബന്ധങ്ങളെയും ഊഷ്മളമാക്കുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പെരുന്നാളിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആഘോഷത്തിലും ഒക്കെ ആകുമ്പോൾ നമ്മളെ പോലെ തന്നെ രക്തവും മജ്ജയും മാംസവുമുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള പച്ചയായ കുറെ മനുഷ്യന്മാർ, കുറെ പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അതേപോലെ തന്നെ നിരവധി സഹോദരങ്ങൾ മാസങ്ങളായി അല്ല വർഷങ്ങളായി ഫലസ്തീനിന്റെ മണ്ണിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചതായി കരാറിൽ ഒപ്പുവെക്കുകയും അതിന്റെ മഷി ഉണങ്ങുകയും ചെയ്യുന്നതിന് മുമ്പേ തന്നെ വിശുദ്ധ റമദാനിൽ പോലും നൂറുകണക്കിന് ആളുകളെ അറുകൊല ചെയ്ത സയനിസ്റ്റ് ഭീകരതക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ ഒരു ആൺകുട്ടി പോലും ലോകത്തില്ല എന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിനും അമേരിക്കക്കും ക്രൂരതയുടെ സർവ്വസീമകളും ലംഘിക്കുവാനുള്ള ലൈസൻസ് ആരാണ് നൽകിയിട്ടുള്ളത്? അവരുടെ തെമ്മാടിത്തങ്ങൾക്ക് നേരെ ലോക രാജ്യങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും മൗനികളായി പോകുമ്പോൾ നമുക്ക് സഹോദരങ്ങളെ തീർച്ചയായും ചില കാര്യങ്ങളും കടമകളും ചെയ്യുവാനുണ്ട്. ഫലസ്തീനികളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി അവിടെ ആഗോള ടൂറിസത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കുമെന്നാണ് പല രാഷ്ട്ര നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മ്യാൻമർ അത്തരക്കാർക്കുള്ള ഒരു പാഠമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. മ്യാൻമറിന്റെ കഴിഞ്ഞ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിം സാധാരണക്കാരെ, ദുർബലരായ സഹോദരങ്ങളെ, ആ നാട്ടിലെ ആളുകളെ ആട്ടിപ്പായിപ്പിക്കുവാൻ വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് പടച്ചിറപ്പ് അവർക്ക് നേരെ കണ്ണടച്ചിട്ടില്ല എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ അവസാനത്തെ ഏറ്റവും വലിയ ഒരു അടയാളമായി മ്യാൻമർ മാറുമ്പോൾ മ്യാൻമറിന്റെ ദുരന്തത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ് എന്നാരും കരുതേണ്ടതില്ല. ആ സങ്കടങ്ങളിൽ, ദുരിതങ്ങളിൽ ഭാഗവാക്കായ, അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ആ രാജ്യത്തെ സാധാരണക്കാരായ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരോടുള്ള അനുഭാവവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രനായകന്മാർ ചെയ്യേണ്ടുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ചില അപകടങ്ങളിലേക്കുള്ള വലിയ സൂചനകളാണത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞകാല ചരിത്രങ്ങൾ അകക്കണ്ണ് തുറന്ന് അവധാനതയോടെ വായിക്കുവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നിരവധി പാഠങ്ങളിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ജനതയെ ക്രൂരമായി പുറത്താക്കി
സാമ്രാജ്യം പണിയാൻ ഒരുമ്പിട്ടവർക്കെല്ലാവർക്കും ചരിത്രത്തിൽ ഇതേപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പുറത്താക്കിയവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ചരിത്രമല്ല. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മിക്ക പ്രവാചകന്മാരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ആ പ്രവാചകന്മാരെ പടച്ചറബ് സഹായിക്കുകയും അവർ പൂർവോപരി ശക്തിയോടുകൂടി തിരിച്ചു വരികയും ചെയ്ത ചരിത്രം എല്ലാ കാലഘട്ടങ്ങളിലും ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 77, 76, 77 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. വഇൻ കാദൂ ലയസ്തഫിസ്സൂനക മിനൽ അർള്, പ്രവാചകരെ താങ്കളെ അവർ ഭൂമിയിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ച് ഒരുമിട്ട് നിൽക്കുകയാണെങ്കിൽ ലിയുഖ്രിജൂക മിൻഹാ, ആ നാട്ടിൽ നിന്ന്, നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ അവർ കച്ചകെട്ടി ഒരുങ്ങി നിൽക്കുകയാണ് എങ്കിൽ ഫഇദൻ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, അങ്ങനെ പുറത്താക്കിയതിനു ശേഷം നിരപരാധികളായ ഒരു ജനതയെ ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയതിനു ശേഷം അവർക്ക് സുഭിക്ഷമായി സുഖലോലുപതയിൽ അഭിരമിക്കുവാൻ സാധിക്കുമെന്ന്, കാലാകാലം കഴിഞ്ഞുകൂടുവാൻ സാധിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല. ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, തുച്ഛമായ ഏതാനും വളരെ നിസാരമായ സമയമല്ലാതെ അവർക്ക് അവിടെ കഴിയുവാൻ സാധിക്കുകയില്ല. സുന്നത മൻ അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, പടച്ചറബിന്റെ ചര്യയാണ്, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളാണത്. അതുകൊണ്ട് മ്യാൻമറും അതേപോലെ ഫലസ്തീനുമെല്ലാം നമ്മുടെ മുന്നിൽ ഉയർന്നു വരേണ്ട ചോദ്യങ്ങളും അതേപോലെ തന്നെ മാറി ചിന്തിക്കുവാനുള്ള ചിന്തയുടെ അംശങ്ങളുമായി മാറേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രവും അതേ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്. ഫറോവയുടെ ധിക്കാരവും സ്വേച്ഛാധിപത്യ പരവുമായ അതിക്രൂരമായ ആ കാലഘട്ടത്തിലെ ഭരണത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും വിശ്വാസികളായ സഹോദരങ്ങളെയും ആ നാട്ടിൽ നിന്ന് ആട്ടി പായിക്കുവാൻ സാധിക്കുമെന്ന് അവർ കരുതിക്കൂട്ടി തീരുമാനിച്ചു. പക്ഷേ ആ ധിക്കാരിയായ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഈജിപ്തിന്റെ എല്ലാവിധ അധികാരവും കൈയാളിയ ഫറോവയെയും ആ ഫറോവയെ അനുകൂലിച്ച ആളുകളെയും നാം ചെങ്കടലിൽ മുക്കിക്കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യമാണ് 103-ാമത്തെ വചനത്തിൽ സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും നിയന്ത്രണം പടച്ചറപ്പിന്റെ കൈകളിലാണ്. ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് ഭരണം കൈയാളുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഭീതിയാണ് എങ്കിൽ അവർക്ക് ജമാഅത്ത് നമസ്കാരത്തിനും പെരുന്നാൾ നമസ്കാരത്തിനും പോലും സാധ്യമല്ലാത്ത രീതിയിൽ അവരുടേതായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫാസിസ്റ്റ് തീവ്രവാദികൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ആരുടെ കയ്യിലാണോ, അവരുടെ എല്ലാവരുടെയും ശ്വാസനാളങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ശ്വസിക്കുവാനുള്ള വായു ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആ പടച്ചറപ്പിന്റെ കൈകളിലാണ് എന്നെനിക്ക് മുഅ്മിനീങ്ങളെ നാം എന്തിനു നിരാശപ്പെടണം, നാം എന്തിനു സങ്കടപ്പെടണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. തീർച്ചയായും പടച്ചറബ് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ പടച്ചറബ് അള്ളാഹു, ആ അള്ളാഹു ഇന്നുമുണ്ട്. ഫിറഔൻ എന്ന ധിക്കാരിയും ക്രൂരനും തെമ്മാടിയുമായ ആ രാജാവിന്റെ ഭരണാധികാരത്തിൽ നിന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ പടച്ചറബ് ഇന്നുമുണ്ട്. അവൻ നമ്മുടെ ദുആ കേൾക്കുവാൻ ഒരുക്കമാണ്. നമ്മൾ അവനിലേക്ക് തിരിച്ചു ചെന്നാൽ അവനാണ് നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത്. അവനാണ് നമ്മുടെ റബ്ബ്, നമ്മുടെ ആശ്രയം, നമ്മുടെ അവലംബം. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, പ്രതീക്ഷയുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, എല്ലാം പടച്ചറബിനോട് പറഞ്ഞാൽ ആ പറഞ്ഞ തേട്ടങ്ങളൊക്കെ അവൻ ആരാധനകളായി സ്വീകരിച്ച് പുണ്യം നൽകുമെന്ന് മാത്രമല്ല, അതൊരിക്കലും പ്രതാപിലാവുകയില്ല. അല്ലാഹു തന്നെ പറഞ്ഞു, നാം അർഹതയുള്ളവരാണ് എങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും ഉയർന്ന ആളുകൾ. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ.
നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ തൗഹീദും തവക്കുലും നെഞ്ചിലേറ്റുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും പടച്ചറബിനോടല്ലാതെ ഒരു സൃഷ്ടിയോടും, ഒരു രാജാവിനോടും, ഒരു ഔലിയാവിനോടും, ഒരു തങ്ങളോടും ബീവിയോടും എന്റെ സങ്കടങ്ങളും എന്റെ ആവലാദികളും ഞാൻ പറയുകയില്ല. പടച്ചറബിനോട് മാത്രമേ പറയുകയുള്ളൂ എന്നത് ഇമാമിയങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന ആ തനിമയായ ഈമാനിന്റെയും തൗഹീദിന്റെയും തവക്കുലിന്റെയും ആശയം നമ്മുടെ നെഞ്ചിലേറ്റുവാൻ നമുക്ക് സാധിച്ചാൽ, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പഠിപ്പിച്ചത് അതേ ആശയമാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ സഹോദരങ്ങളെ, അല്ലയോ മക്കളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുക? അല്ലാഹയല്ലാതെ എനിക്ക് ആശ്രയമായി, അവലംബമായി, എന്റെ രക്ഷക്ക് അഭയമായി മറ്റാരുമില്ല എന്നാണ് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അത് നിനക്കെങ്ങനെ പറയാൻ സാധിക്കും? ആ പടച്ചറബിനെ വിട്ട് നീ പലരിലും അഭയം കണ്ടെത്തുകയാണ്, പലരെയും നീ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളില്ലെങ്കിൽ, രോഗമുണ്ടായാൽ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടായാൽ നീ പടച്ചറബിലേക്കല്ല കൈകൾ ഉയർത്തുന്നത്, നിന്റെ മനസ്സ് തിരിയുന്നത് മറ്റു പലരിലേക്കുമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ വിട്ട് നീ ആരിലെല്ലാം പ്രതീക്ഷയർപ്പിച്ച്, വിശ്വാസമർപ്പിച്ച് ആരെയെല്ലാം അവലംബിക്കുന്നുവോ അവയെല്ലാം നിന്റെ ഹൃദയമാകുന്ന ആരാധനാലയത്തിൽ നീ നാട്ടു നിർത്തിയിട്ടുള്ള വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ബഹുദൈവത്വത്തിന്റെ ശിർക്കിന്റെ അംശങ്ങൾ പച്ചപിടിച്ച് ശക്തി പ്രാപിച്ചു നിൽക്കുമ്പോൾ നാവുകൊണ്ട് തൗഹീദിന്റെ വചനം നീ 1000 വട്ടം ഉരുവിട്ടാലും മോനെ നിനക്കതുകൊണ്ട് ഉപകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മഹാനായ പണ്ഡിതനാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തോട് തന്റെ സങ്കടങ്ങൾ പറയുന്ന അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ പ്രവാചകനായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടക്കമുള്ള വിഗ്രഹങ്ങൾ കഅബയുടെ പരിസരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം വായിക്കുന്നതും ഹദീസുകളിലൂടെ പഠിക്കുന്നതുമാണ്. എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് പടച്ചറബിനെ അറിയുവാൻ സാധിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളും ആശയങ്ങളുമാണ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല. ഒരു ഗുണം വാങ്ങിത്തരാൻ, ഒരു ദോഷം നമ്മളിൽ നിന്ന് തട്ടിമാറ്റാൻ പടച്ചറബിനെ കൊണ്ടല്ലാതെ കഴിയുകയില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹ് എന്തുദ്ദേശിച്ചോ അതാണ് നടക്കുക. പടച്ചറബ് എന്ത് ഉദ്ദേശിക്കാതിരുന്നുവോ അത് നടക്കുകയില്ല എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. യുദ്ധരംഗത്ത് പോലും വിശ്വാസികളോട് പറയാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ചു. 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 51-ാമത്തെ വചനത്തിൽ ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, പറയൂ പ്രവാചകരെ, ലൻ യുസീബനാ, നമ്മളെ ബാധിക്കുകയേയില്ല. അത് ഫലസ്തീനിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഇന്ത്യയുടെ എവിടെയെല്ലാം വിവിധ സ്റ്റേറ്റുകളാണ് എങ്കിലും ലോകത്തിന്റെ എവിടെയാണ് എങ്കിലും ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു കണക്കാക്കിയതല്ലാതെ, പടച്ചറബ് അറിയുകയും നിശ്ചയിക്കുകയും ചെയ്തതല്ലാതെ ഒരാൾക്കും എവിടെയും ഒന്നും ബാധിക്കുകയില്ല. ഹുവ മൗലാന, ആ പടച്ചവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ ആശ്രയം, അവലംബം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും അവരുടെ സർവ്വ കാര്യങ്ങളും പടച്ചറബിൽ തവക്കുലാക്കിക്കൊള്ളട്ടെ, പരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വിശ്വാസിയുടെ വേദനയും സങ്കടവും ഒന്നും വെറുതെയാവുകയില്ല. ദുനിയാവിൽ നമ്മുടെ കാലിൽ തടക്കുന്നൊരു മുള്ളു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനുള്ള തൗഹീദുള്ള യഥാർത്ഥ മുഅ്മിനാണോ അതൊരിക്കലും വൃഥാവിലാവുകയില്ല, വെറുതെയാവുകയില്ല. കാരണം വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. മറ്റാർക്കും പ്രതീക്ഷിക്കാനില്ലാത്ത പലതും വിശ്വാസികളായ നമുക്ക് പ്രതീക്ഷിക്കുവാനുണ്ട്. സ്വർഗം നമുക്കുള്ളതാണ്, പരലോകം നമുക്കുള്ളതാണ്. ആ പടച്ചറബ് അവിടെ നമുക്ക് വിജയം തരുമെങ്കിൽ ഇവിടെ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടാലും, ഇവിടെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായാലും, രോഗങ്ങൾ കൊണ്ടോ സാമ്പത്തികമായ പ്രയാസങ്ങൾ
കൊണ്ടോ പടച്ചിറപ്പ് നമ്മെ പരീക്ഷിച്ചാലും സഹോദരങ്ങളെ അതിനേക്കാളൊക്കെ വലുതായ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആത്യന്തിക വിജയം ആ പരലോകത്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും, അല്ലയോ അടിമകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അൽ യൗം, ഇന്നേ ദിവസം അഥവാ പരലോകത്ത് ഭയപ്പാടില്ലാത്ത, സങ്കടമില്ലാത്ത അവസ്ഥ. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത ആ ദിവസം. അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, അങ്ങനെ ആരായിരിക്കണം അവിടെ നിർഭയത്വം ലഭിക്കണമെങ്കിൽ? സത്യവിശ്വാസം സ്വീകരിച്ച, തൗഹീദ് ഉൾക്കൊണ്ട, തവക്കുൽ ആദർശമായി സ്വീകരിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങൾ പടച്ചറപ്പിന്റെ വചനങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും വകാനൂ മുസ്ലിമീൻ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്ത ആളുകളാണെങ്കിൽ തീർച്ചയായും ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അവിടെ വെച്ച് വിളിച്ചു പറയപ്പെടും, ഉദ്ഖുലുൽ ജന്നത വഅൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായി ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. അതേപോലെ തന്നെ യുതാഫു അലൈഹിം ബിസിഹാബിൻ മിൻ ദഹബിൻ വഅക്വാബിൻ, അതേപോലെ സ്വർണത്തിന്റെ തളികകളും പാനപാത്രങ്ങളുമായി അവർക്ക് ചുറ്റും ആളുകൾ നടക്കുന്നുണ്ടാകും. അവർക്ക് യഥേഷ്ടം ഭക്ഷിക്കുവാൻ, യഥേഷ്ടം കുടിക്കുവാൻ, സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സകലമായ അനുഗ്രഹങ്ങളും പടച്ചിറപ്പ് തുറന്നിട്ട് തരുന്ന ആ സ്വർഗം നമുക്ക് വേണമെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിൽ കഷ്ടതകളും പ്രയാസങ്ങളും മാത്രം അനുഭവിച്ച സന്തോഷം എന്താണ് എന്ന് അനുഭവിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യൻ സ്വർഗത്തിൽ ഒന്ന് മുക്കി പുറത്തു കൊണ്ടുവന്നാൽ അയാൾ പറയും പടച്ചിറപ്പിനോട്, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പ്രയാസമോ സങ്കടമോ അനുഭവിച്ചിട്ടില്ല എന്ന്. ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച, ദുരിതങ്ങൾ മാത്രം പേറിയ ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ ഒരു മൈക്രോ സെക്കൻഡ് അനുഭവം എല്ലാ സങ്കടങ്ങളെയും വിസ്മരിപ്പിച്ചു കളയുമെങ്കിൽ ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും നമ്മൾ എന്തെല്ലാം കൊതിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ആ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ കണ്ണുകളെ ആനന്ദകരമാക്കുന്ന, നിങ്ങളതിൽ ശാശ്വതവാസികളായിരിക്കും. നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അതിനാൽ ഇരു ലോകത്തും വിജയിക്കാൻ സഹോദരങ്ങളെ നമുക്ക് പടച്ചിറപ്പിലേക്ക് അടുക്കുവാൻ സാധിക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് നമുക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കണം. അള്ളാഹുവാണ് വലിയവൻ എന്നുള്ള പ്രഖ്യാപനം കേവലം പെരുന്നാളിൽ മാത്രം ചൊല്ലി അവസാനിപ്പിക്കേണ്ടതല്ല. അള്ളാഹുവാണ് എനിക്ക് വലിയവൻ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ നാട്ടുകാരേക്കാൾ, എന്റെ നേതാക്കന്മാരെക്കാൾ, എന്റെ എല്ലാറ്റിനേക്കാളും, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ മക്കളെക്കാൾ എല്ലാം എനിക്ക് പ്രിയങ്കരനായിട്ടുള്ളത്, എനിക്ക് ഏറ്റവും വലിയവനായിട്ടുള്ളത് എന്റെ റബ്ബാണ് എന്നുള്ള പ്രഖ്യാപനം ആത്മാർത്ഥമാണ് എങ്കിൽ ആ പടച്ചിറപ്പ് നിഷിദ്ധമാക്കിയ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തീർച്ചയായും ഈ ഈദ് മുസല്ലയിൽ നിന്ന്, ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പ്രതിജ്ഞയെടുക്കുവാൻ സാധിക്കണം. പരിശുദ്ധ റമദാനിൽ ഞാൻ ഏതൊരു റബ്ബിനെ പ്രീതിപ്പെടുത്തുവാനാണോ വ്രതമനുഷ്ഠിച്ചത്, രാത്രി നമസ്കാരം നിർവഹിച്ചത്, ഖുർആൻ പല പ്രാവശ്യം ഓതി തീർത്തത്, ആ റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എന്റെ ജീവിതം എന്നെ തീർച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ ആ തീരുമാനവുമായി ഇന്ന് നമ്മൾ മരിച്ചു പോയാൽ തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളായ എല്ലാവർക്കും വേണ്ടി, ഫലസ്തീനിന്റെ മണ്ണിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ സഹായവും പിന്തുണയും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു അവരെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വിശ്വാസികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു അവന്റെ ബറക്കത്തുകളും നിഅമത്തുകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊടുത്ത് അവരെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരെല്ലാം രോഗികളായി പ്രയാസപ്പെടുന്നുണ്ടോ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ പടച്ചിറപ്പ് പരിപൂർണമായി നീക്കി പരിപൂർണമായ ശിഫയും
ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും, ആദർശ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. റമദാനിലും അല്ലാത്തപ്പോഴും നമ്മൾ നിർവഹിച്ചിട്ടുള്ള എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അതിന്റെ കുറവുകളും ന്യൂനതകളും എല്ലാം പരിഹരിച്ച് കാരുണ്യവാനായ പടച്ചറബ് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും നമുക്കെല്ലാവർക്കും ഖൈറുകൾ നൽകി ദുനിയാവിലും ആഖിറത്തിലും നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ലീ വലക്കും ഫിൽ ഖുർആനിൽ അദീം വനഫഅനി അല്ലാഹു വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب